നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പാലക്കാടൻ വിഭവമാണ് കേട്ടോ. പാലക്കാടുകാർ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. തൃശ്ശൂർക്കാർ അങ്ങനെ ഉണ്ടാക്കാറില്ല. അത് ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കിയില്ലേ, നല്ല സ്വാദം ഉണ്ടായിരുന്നില്ലേ അത്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയത് കഴിച്ചപ്പോൾ ജയശ്രീ പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്യാൻ ടീച്ചറേ എന്ന് പറഞ്ഞു. പാലക്കാട്ടുകാരുടെയാണത്. കട എടുത്തിരിക്കണ്ട ഞാൻ കേട്ടോ നിങ്ങളുടെ. പക്ഷെ ഞങ്ങൾക്കും അത് രുചിച്ച് നോക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ലതല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് ആവശ്യം ഒന്ന് പുളിയാണ്. പുളി നമ്മൾ പുളി കൊണ്ട് പലതരത്തിലുള്ള സാധനം ഉണ്ടാക്കാറുണ്ടല്ലോ. ഇന്ന് ഇത് പുതിയതാണ്. ഞാൻ വീഡിയോ ചെയ്യേണ്ട ആദ്യമായിട്ടാണ്, ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ടേസ്റ്റാണ്. അപ്പോൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മോരും ഉണ്ട് കേട്ടോ, ഒരു നാഴി മോരുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് നോക്കുമ്പോൾ സവാളയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലുണ്ട്, പിന്നെ വറ്റൽമുളകുണ്ട്. പിന്നെ അതിൽ ചേർക്കാനുള്ള മറ്റ് വറവ് സാധനങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. തീ കത്തിക്കാം. തീ കത്തിച്ചു, ചെറുകട്ടി വെച്ചു, ഒന്ന് ചൂടാവട്ടെ. ഈ പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാൻ കുതിരാനായിട്ട് കേട്ടോ. പുളിയിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ഇങ്ങനെ ആക്കി വെച്ചാൽ ഇത് അടുപ്പത്ത് ഒഴിക്കാറാകുമ്പോഴേക്കും കുതിരും. പാത്രം ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പം നമ്മൾ 2 മുളക്, കൊണ്ടാട്ട മുളക് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കി വെച്ച കൊണ്ടാട്ട മുളകാണ് കേട്ടോ അത്. കുറച്ചുകൂടി ബാക്കിയുള്ളൂ. പയറ് കൊണ്ടാട്ടം കൂടി വറുത്താലോ. തീ കുറച്ച് വയ്ക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം 2 ദിവസമായല്ലോ ഉണ്ടാക്കിയിട്ട് കേട്ടോ. പയറ് കൊണ്ടാട്ടം എന്തേ മുള്ളത്താണ്. കടുകിട്ടു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കടുക് ദാ പൊട്ടി കഴിയാറായി. ഉലുവിടാം. ഉലുവയും ഇട്ടു. രണ്ട് വറ്റൽമുളക് ഇട്ടു. കുറച്ച് ഉഴുന്നുപരിപ്പിടാം. ഉഴുന്നുപരിപ്പിട്ടു. നന്നായിട്ട് വറവാകുമ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടു. ചെറിയ ചൂട് മതി കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സബോളയൊക്കെ വഴന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുളി വയ്ക്കാം കേട്ടോ. പുളി വെച്ചു. ഉപ്പിടാം. മഞ്ഞൾപ്പൊടി ഇടാം.
മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടു. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ബെസ്റ്റായിട്ട് തിളക്കണം. തിളച്ചിട്ട് ഈ പുളി ഒന്നിങ്ങനെ വേവണം. ഉപ്പുണ്ട്, ഉപ്പൊക്കെ ഉണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. പുളി ഒന്നിങ്ങനെ വേവണം തിളച്ചിട്ട്. അഞ്ച് മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞു നമ്മുടെ കേട്ടോ. കണ്ടോ ബെസ്റ്റായിട്ട് തിളച്ചു. ഈ മോര് ഒഴിക്കാൻ പോവാണ് കേട്ടോ. മോരൊഴിച്ചു. ഇത് തിളക്കണ്ട, ഇത് ഓഫാക്കി കേട്ടോ. പണി കഴിഞ്ഞു. നമ്മുടെ പണി കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറിയാണ്. ഇത് കൂട്ടി ഊണ് കഴിക്കാൻ നല്ല രസമായിരിക്കും. പേര് പുളിയുണ്ട് മോരുണ്ട്. അപ്പോൾ പുളിമോര് എന്ന് പേര് കേട്ടോ. പുളിയും മോരും കൂടി ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് പുളിമോര് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എനിക്കിത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട് നല്ല ഇഷ്ടമായി. ഞാനും ചേച്ചി ഇഷ്ടം പോലെ കോരി ഒഴിച്ച് ഊണ് കഴിച്ചു. അപ്പം അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് കൊണ്ടാട്ടം വറുത്തിട്ടുണ്ട്, മുളക് കൊണ്ടാട്ടം വറുത്തിട്ടുണ്ട്, പയറ് കൊണ്ടാട്ടം വറുത്തിട്ടുണ്ട്, പിന്നെ ഇത്തിരി കോവയ്ക്ക ഉപ്പേരി ഉണ്ട്. ഇത്ര മാത്രം മതി ഇന്നത്തെ ഊണിന് കേട്ടോ. നോക്കാം നമുക്ക്. അടച്ചു വെക്കാം കേട്ടോ. ഞാൻ അടച്ചു വെക്കട്ടെ. നോക്കൂ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാനാണ് കേട്ടോ കോവയ്ക്ക ഉപ്പേരി, പിന്നെ പയറ് കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം. മുളക് എരിവുണ്ടെങ്കിലോ. ദിസ് ഈസ് അവർ ടുഡേ സ്പെഷ്യൽ. ഇഷ്ടംപോലെ വയ്ക്കാം. വയ്ക്കട്ടെ കുറച്ച് ചോറങ്ങോട്ട് കൂട്ടി നല്ല കഴിക്കാം. ഓ എന്താ രുചിയെന്നറിയോ. അങ്ങനെ സൂപ്പറാ. മുളകുണ്ടല്ല, മുളക് അത് തിരുമ്പി ആ തുണി എരിവ് കിട്ടും. ഇപ്പോൾ കേട്ടോ. നമ്മുടേത് നമ്മുടെ സ്വന്തം കോവയ്ക്കാട്ടോ. സൂപ്പർ. അല്ലെങ്കിൽ കോവയ്ക്കൊന്നും വിഷമില്ലാന്ന് തോന്നണം എനിക്ക് കേട്ടോ. ഓട്ടോ അറിയില്ല. എന്തായാലും അങ്ങാടിയിലൊക്കെ ഇട്ട് ചവിട്ടി കൂട്ടാണ്ട് കൊണ്ടിട്ടുള്ള നല്ല ഇപ്പൊ ചേട്ടൻ വെള്ളം ഒഴിച്ച് നനയ്ക്കണത്. ഞാനും ശേഷം കൂടി നട്ടതാ. അത് വെള്ളം ഒഴിക്കണ ഞാനാ. വെള്ളം ഒഴിക്കുന്ന ആൾക്കുള്ള ക്രെഡിറ്റ് മനസ്സിലായോ? നിങ്ങളെന്ത് ചേട്ടാ പേര് ചെമ്പരത്തിമ്മ പൂണ്ടായിരുന്നുണ്ടോ? ചെമ്പരത്തി മുഴുവൻ വച്ചത് വേറെ ആൾക്കാരാണ്, പക്ഷെ നനയ്ക്കുന്നത് ഞാനാണ്. അപ്പോൾ പൂവുണ്ടാവുമ്പോൾ സന്തോഷം എനിക്കാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്നലെ പൈരുദോഷം പറഞ്ഞു ഇതുകൂടെ കാറിൽ പോകുമ്പോൾ ആശയൻ്റെ വീട് കണ്ടുപോകും. ഗ്രീൻ ഹൗസ് ആണ്. അങ്ങനെ പറഞ്ഞ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞു. നമ്മുടെ ആ ചെടികൾ ഇട്ടാവില്ലേ? എവിടേക്ക് പോയി മാഷ്? ഇതിലിപ്പോൾ തന്നെ കാറിൽ ഉണ്ടാക്കിയിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട്.
മാഷുകാരൊക്കെ അറിയും. വേറെ ആൾ കാറില്ല ഇപ്പോൾ വന്നു. ആ ആ ആ. അപ്പോൾ ആൾ പറയാം അപ്പോൾ അയാൾ സ്റ്റുഡൻ്റാണ്. അയാൾ പറഞ്ഞു മാഷെ വീട്ടിൽ എവിടെ ചോദിച്ചു പറഞ്ഞു കണ്ടില്ലേ ഗ്രീൻ ഹൗസ്. ഗ്രീൻ ഹൗസാണ് മാഷ വീട്. അത് കണ്ടിട്ടില്ലേ? ക്രെഡിറ്റ് ഗോസ് ടു യു അവർ സൺ ഗോപൻ. എൻ്റെ ആഗ്രഹം ഗോപൻ നിറവേറ്റി തന്നു. എനിക്കാണ് ഏറ്റവും ആഗ്രഹമായിരുന്നു. ചെടി നമ്മൾ സാധാരണ അവിടെയുള്ള നക്ഷത്രമല്ലിയും ആകാശമല്ലിയൊക്കെ വെച്ച് നനച്ച് പൂവൊട്ടിടുമ്പോൾ അവൻ പറയും അമ്മയ്ക്ക് ഞാൻ നല്ല കാടുണ്ടാക്കി തരാമെന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല അത്ര ഇത്രയും ഗംഭീരമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം അവനാണ് എൻ്റെ ആള്. അതപ്പോൾ പക്ഷേ മറ്റേ ഇതൊക്കെ വെച്ചത് ജ്യോതിയാട്ടോ. ഈ ചെമ്പരത്തി ജ്യോതിയാണ്. ചെമ്പരത്തി ആ ചെമ്പരത്തി ചോപ്പ ശരിയാ സാമത്തുകാരി ശരിയാ. ജ്യോതി കൊണ്ട് പറഞ്ഞ ആലോചിച്ചാ ജ്യോതിര വെള്ളയുണ്ട്, മഞ്ഞുണ്ട്, ചോപ്പയുണ്ട്. ജേഴ്സിയുടെ കടും ചോപ്പ. ശരിക്കുള്ള ചോപ്പ ജേഴ്സിയുടെയാണ്. അത് ഇവിടെ പടിഞ്ഞാറത്ത് തെക്ക് വശത്ത് വടക്ക് വശത്ത് വരുന്നു. അപ്പൊ എൻ്റെ എന്നിട്ടുള്ള ആ ശംഖുപുഷ്പം അല്ലേ? കറി എങ്ങനെയുണ്ട്? അത് സൂപ്പറായിട്ടുണ്ട്. അത് നമ്മുടെ കറിയല്ല ചേട്ടാ, ഇത് പാലക്കാടിൻ്റെ കറിയാണ്. അപ്പോൾ കൂട്ടാൻ വയ്ക്കാമൊന്നുമില്ല നിൽക്കാം. ഉപ്പേരി വയ്ക്കാനുണ്ട്, പിന്നെ വറവുണ്ട്, നെല്ലിക്ക കറി ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചുണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഇടാണ്ട് കുഴയ്ക്കാം. അതാ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചോറ് വേണം കഴിയോട്ടെ കഴിയട്ടെ. ചെമ്പരത്തി വെച്ചാലേ വീട്ടിൽ ഭയങ്കര ഐശ്വര്യമാണ്. ഭഗവതിയുടെ പുഷ്പം ജപാപുഷ്പം. അതുപോലെ തുളസി വീട്ടിൽ തുളസി ഉണ്ടാവുന്നത് ഐശ്വര്യമാണ്. ശ്രീ ആ വരോ കുറേ വെച്ചോളൂ. ഒക്കെ കഴിയണം. ആ സൂപ്പറാണ് അല്ലേ? നമ്മൾ വേറെ ഉണ്ടാക്കിയില്ലേ, വെണ്ടക്കാപ്പുളിക്ക് ഉണ്ടാക്കിയില്ലേ? വെണ്ടക്കാപ്പുളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റേ വെറുതെ പുളി ഉണ്ടാക്കി പുളി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കുറേ കിട്ടട്ടെ, നല്ല ഇഷ്ടമായി. ഈ മുളകില്ലേ തിന്നി കൊടുക്കുക. ഞാൻ കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ അതിൽ മറ്റത്. പക്ഷെ ഇത് വറവായ മുളകല്ലേ, സ്വാദ് കൂടും. മുളകിന് എരിവ് പാകാം. ഇത് രണ്ടുണ്ടായി വേറൊന്നും വേണ്ട, കറികളൊന്നും വേണ്ട. പേരാണ് പുളിമോര്.
സൂപ്പർ. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ഉണ്ടാക്കാത്തതാ, നമ്മുടെ ഇവിടെ അധികം ഉണ്ടാക്കാറില്ല. നമ്മൾ ഒരു അതിഥിയാണ് നമ്മുടെ. കുറച്ചും കൂടി ഉണ്ട് വരുന്നുണ്ടോ കൊണ്ടുപോകണോ? കുറച്ച് സ്വർണ്ണം കൊടുക്കാനായിട്ട് പറ്റിച്ചില്ല. എനിക്ക് ഞാൻ കൊണ്ടുപോകണം. എനിക്ക് വേണ്ട കറി വെക്കാണ്. ആണോ? സാമ്പാർ കൊണ്ടുപോകണം. കുറച്ച് ഇത്തിരി ചമ്മന്തി ഇതിനെ കുഴപ്പമില്ല. രസമാണ് കുഴപ്പം. ഇത് അടിപൊളി സാധനമല്ലേ? കണ്ടില്ലേ? നമ്മൾ മിഞ്ഞാണ് ഉണ്ടാക്കിയതാ. മുളക് പഴയതാട്ടാ കഴിഞ്ഞിടത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ നമ്മുടെ പുളിമോര്? നമ്മുടെ എന്താ ഞാൻ പറഞ്ഞില്ലേ, പാലക്കാടൻ പുളിമോരിന് ഇഷ്ടമായെങ്കിൽ, ഞാൻ ഉണ്ടാക്കിയ പുളിമോരിന് ഇഷ്ടമായെങ്കിൽ, ഞങ്ങൾ ഉണ്ടാക്കിയ പുളിമോരിന് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, നമുക്ക് കേക്ക് മുറിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ അപ്പോൾ നമ്മുടെ ആനി മാഡത്തിൻ്റെയും പൈലോത് മാസ്റ്ററുടെയും പിറന്നാൾ എന്ന് ആഘോഷിച്ചുല്ലോ, കേക്ക് മുറിച്ചിട്ട്. നമുക്കും ഇവിടെ അവർ കൊടുത്തേക്കുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്ക് കൊടുത്തേച്ചതിന് പ്രത്യേകം നന്ദി. ഞങ്ങൾ തിന്നട്ടെ, നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഹാപ്പി ബർത്ത്ഡേ പറയാം കേട്ടോ. അത് ശരി, ഇതാ ഹാപ്പി ബർത്ത്ഡേ ടു ആനി പൊളിഞ്ചു ആൻഡ് പൈലോത് മാഷ് കേട്ടോ. ഞങ്ങൾ കേക്ക് മുറിച്ച് തിന്നാം കേട്ടോ. ആ ചേട്ടൻ കൊടുക്കണ്ട. ചേട്ടാ, ചേട്ടൻ കേക്ക് വേണോ? കേക്ക് 2 കഷ്ണോ? വേണ്ടപ്പം 2 കഷ്ണം കഴിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കൊടുക്കണ്ട അല്ലേ? ഞങ്ങൾ തിന്നാം കേട്ടോ. അപ്പോൾ നമ്മുടെ മണിപ്പൂരത്തിൻ്റെയും പൈലോത് മാഷയുടെയും ബർത്ത്ഡേ കേക്ക് നിങ്ങൾക്ക് ഒരുക്കട്ടെ കേട്ടോ. ഞാൻ മുമ്പ് തിന്നാൽ ശരിയാവില്ലല്ലോ. നല്ലൊരു പീസ്. പറ്റില്ലേ?